ഹായ് ഹലോ വെൽക്കം ടു കുക്കറി തിയേറ്റർ. ഇന്ന് നമുക്ക് ഇറച്ചി കഞ്ഞി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടത് ഒരു 3 പീസ് ഇറച്ചി, കുറച്ച് ചിക്കൻ മസാല, ഒരു ഓനിയൻ, ഒരു ടൊമാറ്റോ, കുറച്ച് കസൂരി മേത്തി, കറിവേപ്പില, ഇഞ്ചി, കൊത്തമല്ലി, 1 കപ്പ് റൈസ്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ദാലും കൂടി ഇടുന്നുണ്ട്, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടി. ദാൽ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 3-4 മാറിനേറ്റഡ് ചിക്കനാണ് ഞാൻ ഇടുന്നത്. മാറിനേറ്റഡ് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്, നല്ല ഫ്ലേവറാണ് അതിന്. ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, ഒരു ഓനിയൻ കട്ട് ചെയ്തത്, കുറച്ച് കൊത്തമല്ലി, കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് കറി ലീവ്സ്, ഒരു ജിഞ്ചർ, അത് ഞാൻ ചതച്ചാണ് ഇടുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇടുന്നത് ചിക്കൻ മസാലയാണ്, മട്ടൺ മസാലയാണ്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട്, ഫെനൽ എന്ന് പറയുന്നത് പെരിഞ്ജീരകം. കുറച്ച് നെയ്യ്, ഒരു 10 ഡ്രോപ്പ് അത് മതി, നിങ്ങൾക്ക് വേണ്ടത്ര ഇടാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിൽ നന്നായിട്ട് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫൈഡ് സ്മെല്ല് വരും. അതുവരേക്കും മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം. കഞ്ഞി ആയതുകൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് ഒരു 2.5 കപ്പ് വെള്ളം അതുപോലെ നിങ്ങളിടണം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റൈസാണ് കേട്ടോ. റൈസിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ ആക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ സമയത്തേക്കും ചിക്കൻ കുറച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട്. ഞാൻ എപ്പോഴും കുറച്ച് നെയ്യ് ഒഴിച്ചാണ് ബേക്ക് ചെയ്യുക. 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് സിമ്മിലിട്ട് നല്ലതായിട്ടൊന്ന് ബോയിൽ ചെയ്യണം. പിന്നെ സൈഡിൽ നമുക്കൊരു പാനിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളി നല്ല ഫൈൻലി ചോപ്ഡ്, അല്ലെങ്കിൽ ഒരു ഓനിയൻ നന്നായിട്ട് ഫൈൻലി ചോപ്ഡ് ആയിട്ടുള്ള നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് ആ കഞ്ഞിക്കൊരു നല്ല ഫ്ലേവർ തരും. പിന്നെ ഇത് നല്ല മെഡിസിനൽ വാല്യൂ കൂടിയാണ്. നെയ്യിൽ ഫ്രൈ ചെയ്ത ചെറിയ ഉള്ളി, ഷാലഡ്സ്, അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൊത്തമല്ലിയും കൊറിയാണ്ടർ ലീഫും, കുറച്ച് കൊത്തമല്ലി എന്നല്ലേ പറയുന്നത്, കൊത്തമല്ലി കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഈ മഴയത്ത് ഇത് കഴിക്കാൻ നല്ല സുഖമാണ്. നമ്മളുടെ ചിക്കൻ ബേക്ക്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ട്. ഇത് സൈഡിൽ വെച്ച് കഞ്ഞി കുടിക്കാൻ സുഖമാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ.